വളരെ നിരാശപ്പെടുത്തുന്നൊരു വാർത്തയാണ്. ഗാർഹിക പീഡന കേസിലെ പ്രതി രാഹുൽ നേരത്തെയും സമാനമായ വിവാഹത്തട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. വിവാഹത്തട്ടിപ്പ് വീരനെന്ന് സൂചന എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇയാൾ കോട്ടയത്തും എറണാകുളത്തും നേരത്തെ വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിരുന്നതായി പോലീസിന് തെളിവുകൾ ലഭിച്ചു. വിവാഹം രജിസ്റ്റർ ചെയ്ത യുവതി രാഹുലിൻ്റെ സ്വഭാവ വൈകല്യം മനസ്സിലാക്കിയതോടെ വിവാഹമോചനം നേടിയിട്ടുണ്ട്. നിയമപരമായി വിവാഹമോചനം നേടും മുമ്പായിരുന്നു പറവൂർ സ്വദേശിനിയുമായുള്ള വിവാഹം. മുൻ വിവാഹങ്ങളുടെ വിവരം മറച്ചുവെച്ചെന്ന് കാണിച്ച് ഗാർഹിക പീഡന കേസിലെ പരാതിക്കാരിയായ യുവതിയുടെ കുടുംബം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. അലി അക്ബർ ഷാ ഈ വാർത്തയുമായാണ് ഇന്നത്തെ വാർത്താ പ്രഭാതത്തിൽ ആദ്യം എത്തുന്നത്. അലി അക്ബർ ഷാ, വെരി വെരി ഗുഡ് മോർണിംഗ്. ഇന്നിപ്പോൾ നമ്മൾ പുറത്തുവിടുന്ന വാർത്ത പന്തീരങ്കാവിലെ ഗാർഹിക പീഡനത്തിലെ പ്രധാനപ്പെട്ട വില്ലൻ രാഹുൽ ഇപ്പോൾ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണ് എന്നതാണ് പുറത്തു വരുന്ന വാർത്ത. ഇയാൾക്കെതിരെ നേരത്തെയും കേസുകൾ ഉണ്ടായിരുന്നു. ഇയാളുടെ സ്ഥിരം ബിസിനസ് ആണോ അലി? വെരി ഗുഡ് മോർണിംഗ് അരുൺകുമാർ. ഈ പറഞ്ഞതുപോലെ വളരെ ഞെട്ടിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വാർത്തയാണ് ഈ പന്തീരങ്കാവിലെ ഗാർഹിക പീഡനം. പിന്നീട് അത് ഗാർഹിക പീഡനം എന്ന നിലയിൽ നിന്നും മാറി വധശ്രമം എന്ന നിലയിലേക്ക് കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. കാരണം അതിക്രൂരമായ മർദ്ദനമാണ്, അതായത് നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള മർദ്ദനമാണ് ഈ പ്രതിയായ രാഹുലിൽ നിന്നും നവവധുവിന് ഏൽക്കേണ്ടി വന്നിട്ടുള്ളത്. അതിനുശേഷം മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ വിഷയത്തിൽ ഇടപെടുന്ന സാഹചര്യം ഉണ്ടായി. ഇപ്പോൾ പുറത്തു വരുന്ന വാർത്ത അനുസരിച്ച് ഈ രാഹുൽ ഒരു വിവാഹ തട്ടിപ്പ് വീരനാണ് എന്ന് സംശയിക്കേണ്ടതായി വരും. കാരണം ഈ പറവൂരിലെ പെൺകുട്ടിയെ വിവാഹം ചെയ്തതിന് മുൻപ് 2 തവണ രാഹുൽ മറ്റു വിവാഹങ്ങൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്ന ഞെട്ടിക്കുന്ന വിവരമാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. മുൻപ് രജിസ്റ്റർ ചെയ്ത പെൺകുട്ടികൾ രാഹുലിന്റെ സ്വഭാവ വൈകല്യം മനസ്സിലാക്കിയതോടുകൂടി വിവാഹമോചനം തേടുകയായിരുന്നു എന്നാണ് ഇപ്പോൾ പരാതിയിൽ പറയുന്നത്. ആദ്യഘട്ടത്തിൽ നല്ല രീതിയിൽ കുടുംബം ഇടപെട്ട് തന്നെ, അതായത് രാഹുലിന്റെ കുടുംബത്തിന്റെ അറിവോടുകൂടി തന്നെയാണ് ഇത്തരത്തിൽ വിവാഹങ്ങൾ നടന്നിട്ടുള്ളത്. വിവാഹത്തിലേക്കുള്ള നടപടികളെല്ലാം തന്നെ നടന്നിട്ടുള്ളത്. പിന്നീടാണ് രാഹുലിന്റെ സ്വഭാവത്തിലുള്ള പ്രശ്നങ്ങളും പെരുമാറ്റത്തിലുള്ള പ്രശ്നങ്ങളും മനസ്സിലാക്കി പെൺകുട്ടികൾ രക്ഷപ്പെടാനായി വിവാഹമോചനം തേടുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. മറ്റൊരു പ്രധാന കാര്യമെന്ന് പറയുന്നത്, ഈ മുൻപ് വിവാഹം ചെയ്ത ഒരു പെൺകുട്ടിയുമായി നിയമപരമായി വിവാഹമോചനം നേടുന്നതിന് മുൻപാണ് പറവൂരിലെ പെൺകുട്ടിയെ രാഹുൽ വിവാഹം ചെയ്തിരിക്കുന്നത്. ഈ വിവരങ്ങളെല്ലാം രാഹുലിന്റെ കുടുംബത്തിന് അറിയാമെന്നതും ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ ശേഷം, പന്തീരങ്കാവിലെ സംഭവം ഉണ്ടായ ശേഷമാണ് ഈ പെൺകുട്ടികൾ ഈ ബഹുഭാര്യത്വം ചൂണ്ടിക്കാട്ടിക്കൊണ്ട് പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. നടന്നിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഹിന്ദു മാരേജ് ആക്ട് പ്രകാരം വിവാഹം കഴിച്ചിട്ട് പൂർണ്ണമായി വിവാഹമോചനം നേടിയിട്ടില്ല എന്നും പറവൂരിലെ പെൺകുട്ടിയുടെ കുടുംബത്തെ രാഹുലിന്റെ കുടുംബം അറിയിച്ചിരുന്നില്ല, അല്ലെ? അരുൺ, 2 കാര്യങ്ങളാണ്. ഒന്ന്, ഈ രാഹുൽ ഇത്തരത്തിൽ വിവരം രാഹുലിന്റെ കുടുംബത്തിന് വ്യക്തമായി അറിയാമായിരുന്നു. മറ്റൊരു കാര്യം, ഈ വിവരം പറവൂരിലെ പെൺകുട്ടി, അതായത് ഈ പന്തീരങ്കാവ് സംഭവവുമായി ബന്ധപ്പെട്ട ആക്രമിക്കപ്പെട്ട പെൺകുട്ടിയുടെ കുടുംബത്തിൽ നിന്നും ഈ വിവരങ്ങൾ മറച്ചുവെച്ചു എന്നുമാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ ശേഷമാണ് ആദ്യം ഈ രാഹുലുമായി വിവാഹം രജിസ്റ്റർ ചെയ്ത പെൺകുട്ടികൾ ഈ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. ഇവർ കോട്ടയത്തും എറണാകുളത്തുമാണ് രാഹുൽ മുൻപ് വിവാഹം രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് എന്നാണ് ഈ പരാതിയിൽ പറയുന്നത്. ഈ വിവാഹം രജിസ്റ്റർ ചെയ്തതിന്റെ രേഖകൾ ഉൾപ്പെടെയാണ് ഇപ്പോൾ പരാതിയുമായി ഈ പെൺകുട്ടികൾ രംഗത്തെത്തിയിരിക്കുന്നത്. അവരവരുടെ സ്ഥലങ്ങളിലും, അതായത് കോട്ടയത്തും എറണാകുളത്തും അതുപോലെ തന്നെ പന്തീരങ്കാവിലും ഈ പെൺകുട്ടികൾ പരാതി നൽകിയിട്ടുണ്ട്. ഇവരുടെ വ്യക്തിപരമായ വിവരങ്ങളുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു പറയാൻ സാധിക്കുന്നതല്ല. പക്ഷേ ഏറെ ഞെട്ടിക്കുന്ന വാർത്തയാണ്. അതായത് ഒരു ഗാർഹിക പീഡനം എന്ന നിലയിൽ തുടങ്ങിയ ഈ പരാതി ഇപ്പോൾ അത് മറ്റ് മാനങ്ങളിലേക്ക് കൂടി എത്തിയിരിക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഈ വധശ്രമം ഉൾപ്പെടെ കേസെടുക്കുന്ന ഘട്ടത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ ഉൾപ്പെടെ നേരിട്ട് ഇടപെടുന്ന ഒരു ഘട്ടത്തിലാണ് ഇത്തരത്തിലൊരു വിവരം കൂടി പുറത്തു വരുന്നത്. രാഹുൽ നേരത്തെയും ഇത്തരത്തിൽ വിവാഹം നടത്തി തട്ടിപ്പുകൾ, അല്ലെങ്കിൽ വിവാഹം നടത്തി ആ വിവരം മറച്ചുവെച്ച് വീണ്ടും വിവാഹം ചെയ്ത നിലയിലേക്കുള്ള കുറ്റകൃത്യങ്ങൾ നടത്തിയിട്ടുള്ള ആളാണെന്ന വിവരം പുറത്തു വരുന്നത്. ഹിന്ദു മാരേജ് ആക്ട് പ്രകാരമാണ് ഇപ്പോൾ ഈ ബഹുഭാര്യത്വം ചൂണ്ടിക്കാട്ടി ഈ പെൺകുട്ടികൾ രാഹുലിനെതിരെ രംഗത്ത് വന്നിരിക്കുന്നത്. കൂടുതൽ നടപടികൾ ഉടൻ തന്നെ ഈ വിഷയത്തിൽ ഉണ്ടായേക്കും. കാരണം ഈ പറവൂരിലെ പെൺകുട്ടിയുടെ അച്ഛൻ രാഹുൽ വിദേശത്തേക്ക് കടക്കാനുള്ള സാധ്യതയുണ്ട്. അതിനു മുൻപ് അറസ്റ്റ് രേഖപ്പെടുത്തണമെന്നുള്ള ആവശ്യം ഉൾപ്പെടെ മുന്നോട്ട് വെച്ചുകൊണ്ട് രംഗത്തെത്തിയ സാഹചര്യമുണ്ട്. ആ ഘട്ടത്തിൽ കൂടുതൽ നടപടികൾ രാഹുലിനെതിരെ ഉണ്ടായേക്കാം. നിലവിൽ ഈ പരാതികൾ കൂടി വന്ന സാഹചര്യത്തിൽ അരുൺ, അപ്പോൾ രാഹുൽ ഒരു ഗാർഹിക പീഡന വീരൻ മാത്രമല്ല, ഒരു വിവാഹ തട്ടിപ്പ് വീരൻ കൂടിയാണ്. രാഹുൽ ഹീറോ അല്ല, രാഹുൽ വില്ലനാണ് എന്നതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഈ വിഷയത്തിൽ രാഹുലിനെതിരെ മറ്റു പരാതികൾ കൂടി ലഭിച്ചിരിക്കുന്നു. മുൻപും വിവാഹം ചെയ്ത് വിവാഹമോചനം നേടാതെ മറ്റൊരു വിവാഹം കഴിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട് കുറ്റം ചുമത്തി ഇപ്പോൾ വധശ്രമത്തിന് കേസെടുത്തിരിക്കുന്നു. പോലീസ് നിഷ്ക്രിയമായ സാഹചര്യത്തിൽ പോലീസിനെതിരെയും ഇപ്പോൾ മനുഷ്യാവകാശ കമ്മീഷൻ എത്തിയിരിക്കുന്നു. രാഹുലുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പന്തീരങ്കാവ് ഗാർഹിക പീഡനവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ നമുക്ക് ഇത്രയും ഒരു വിസ്മയം ഇനി വേണ്ട ആവശ്യമേ ഇല്ല. അതുകൊണ്ട് തന്നെ ഈ രാഹുലിനെ പോലെയുള്ളവരെ എത്രയും പെട്ടെന്ന് പിടിച്ചകത്തിടണം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്നാൽ